ഹായ്, നമുക്ക് ഗ്രേഡ് 7-ലെ ലാർജ് നമ്പേഴ്സ് അറൗണ്ട് അസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ നെക്സ്റ്റ് പോർഷൻ നോക്കാം. അതിൽ നമ്മൾ ഒരു ഫസ്റ്റ് 3 വീഡിയോസ് വാച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിലെ ക്വസ്റ്റ്യൻസ് ബാക്കിയത്തെ പോർഷൻസ് നോക്കാം. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണത് ഹൗ മെനി സീറോസ് ഡസ് എ 100,000 ഹാവ്? 100,000-ൻ്റെ അകത്ത് എത്ര സീറോസ് ഉണ്ടാവും? അപ്പം 100,000-ൽ സീറോസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 100 × 1000 വെച്ചാൽ മതി. 100-ൽ 3 സീറോസും 1000-ൽ എത്ര സീറോസും ഉള്ളത്? 100-ൽ 2 സീറോസും 1000-ൽ 3 സീറോസും. അപ്പം മൊത്തം വരുമ്പോൾ എത്ര സീറോസ് ഉണ്ടായിരിക്കും? 5 സീറോസ് ഉണ്ടായിരിക്കും. ഹൗ മെനി സീറോസ് ഡസ് എ 100,000 ഹാവ്? 100,000-ൻ്റെ അകത്ത് 5 സീറോസ് ഉണ്ടായിരിക്കും. ഇനി ഇവിടെ ഒരു നമ്പർ തന്നിട്ടുണ്ട്. ഈ നമ്പറിൽ നമുക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇടയിൽ കോമ ഇടണം. അപ്പം ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റം ആണെങ്കിൽ ആദ്യത്തെ 3 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ 2 ഡിജിറ്റ് പിന്നെ 2 ഡിജിറ്റ് പിന്നെ 2 ഡിജിറ്റ് അങ്ങനെയാണ് കോമ ഇട്ട് പോകുന്നത്. അപ്പം ഇതിനെ നമ്മൾ വിളിക്കുന്നത് കൗണ്ട് ചെയ്യുമ്പോൾ ഇന്ത്യത്തെ 9 ഡിജിറ്റ്സ് ആണുള്ളത്. 9 ഡിജിറ്റ്സ് വരുമ്പോൾ നമ്മൾ അറബ് ചേർത്താൽ പറയണം. 9 അറബ് 87 crore 65 lakh 1234. ഇവിടെ 10 ഡിജിറ്റ് വരുന്നുണ്ട്. ഇപ്പം അല്ലെങ്കിൽ ഈ നമ്പർക്ക് എങ്ങനെ വിളിക്കാം? 987 crore അങ്ങനെയും പറയാം. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? 9 അറബ് 87 crore 65 lakh 1234. അത് ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ച്. ഇന്റർനാഷണൽ സിസ്റ്റം ആകുമ്പോൾ ഓരോ 3 ഡിജിറ്റ് കഴിയുമ്പോഴുമാണ് കോമ വരുന്നത്. അപ്പം ഇത് കൗണ്ട് ചെയ്യുമ്പോൾ ഇത് ബില്യണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 9,876,501,234. ഇത് അമേരിക്കൻ സിസ്റ്റത്തിൽ എഴുതുവാണെങ്കിൽ. ഇനി അടുത്തത് ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. റീഡ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇൻ ഇന്ത്യൻ പ്ലേസ് വാല്യൂ നൊട്ടേഷൻ ആൻഡ് റൈറ്റ് ദ നമ്പർ നെയിംസ് ഇൻ ബോത്ത് ഇന്ത്യൻ ആൻഡ് അമേരിക്കൻ സിസ്റ്റം. നമുക്കിടെ അടുത്ത് ഇന്ത്യൻ സിസ്റ്റത്തിലും അമേരിക്കൻ സിസ്റ്റത്തിലും ഈ നമ്പേഴ്സിന്റെ പ്ലേസ് വാല്യൂ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ പേരും എഴുതാം. അപ്പൊ ഇന്ത്യൻ സിസ്റ്റം എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ ചെയ്യണേ? 3 ഡിജിറ്റ് 2 ഡിജിറ്റ് കഴിഞ്ഞ് കോമ ഇടും. അപ്പൊ ഇവിടെ 0-ക്കും 6-നും ഇടയ്ക്ക് കോമ ഇടും, പിന്നെ 0-ക്കും 5-ക്കും ഇടയ്ക്ക് കോമ ഇടും. അപ്പൊ ഇതിനെ വായിക്കുന്നത് എന്താ? ലാക്കിലാണ് വരുന്നത്. ഇന്ത്യകത്ത് 7 ഡിജിറ്റാണ് ഉള്ളത്. അപ്പം 40,50,678. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ അമേരിക്കൻ. ആദ്യം നമുക്ക് ഇന്ത്യൻ സിസ്റ്റം മൊത്തം നോക്കാം. ഇന്ത്യൻ സിസ്റ്റം കഴിഞ്ഞിട്ട് അമേരിക്കൻ സിസ്റ്റം നോക്കാം. ഇവിടെയും 3 ഡിജിറ്റ് കഴിഞ്ഞിട്ട് കോമ ഇടുമ്പോൾ ഇതെങ്ങനെ വരും? പിന്നെ 2 ഡിജിറ്റ് പിന്നെ 2 ഡിജിറ്റ്. അപ്പോൾ 4,81,21,620. അടുത്ത നമ്പർ വരുമ്പോഴും കോമ ഇടുമ്പോൾ എങ്ങനെ വരും? 2 crore പിന്നെ ലാക്കില്ല 22,002. അത്രയേ ഉള്ളൂ. ബാക്കിയത്തെ ഹൺഡ്രഡ്സും ടെൻസും ഇല്ല. അടുത്തതിൽ നമ്മൾ കോമ ഇടുമ്പോൾ ഇത് വരുമ്പോൾ 24 crore ആയി. 24 crore 68 lakh 13,579. അടുത്ത നമ്പറിന്റെ വരുമ്പോൾ കോമ ഇട്ടിട്ട് പിന്നെ നമ്മൾ നമ്പർ എഴുതുമ്പോൾ 34 crore 50 lakh 543. 543 എന്ന് പറയുമ്പോൾ 543. അടുത്തതില് 1 അറബാണ്, കാരണം 10 ഡിജിറ്റ് വന്നല്ലോ. 1 അറബ് 2 crore പിന്നെ വരുന്നത് 3-ൽ വരുമ്പോൾ 3 lakh പിന്നെ വരുന്നത് 4,050. ഇത് ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ. ഇനി അടുത്തത് ഇന്റർനാഷണൽ സിസ്റ്റം. ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ 1 അറബ് വരുമ്പോൾ ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ ബില്യൺ ആയിരിക്കും വന്നത്. 1 ബില്യൺ 20 മില്യൺ. ബില്യൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ മില്യൺ, മില്യൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ 304,050. ഇനി ഈ നമ്പർ നമ്മൾ എങ്ങനെ വായിക്കും? ഇവിടെ വായിക്കുമ്പോൾ 345,000. സോറി, മില്യൺ. ഇവിടെ തൗസൻഡ്സ് ഇല്ല. 345 മില്യനേ ഉള്ളൂ, തൗസൻഡ്സ് ഇല്ല. പിന്നെ ഉള്ളത് 543. അതുപോലെ തന്നെ ഇതിന്റെ ഇതിലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതിന്റെ അമേരിക്കൻ സിസ്റ്റം അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം വരുമ്പോൾ 4,50,678. അടുത്തത് വരുമ്പോൾ എങ്ങനെ വരും? 48,121,620. പിന്നത്തെ വരുമ്പോൾ എങ്ങനെ വരും? 20,022,002.
മില്യൺ ചേർത്താ വന്നത്. ഇവിടെയും മില്യൺ ആണ് വന്നത്. 246,813,000 പിന്നെ വരുമ്പോൾ എത്ര വരും? 579. ഇതാണ് ആദ്യത്തെ നമുക്കിടെ ഫിഗർ ഇറ്റ് ഔട്ടിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി അടുത്ത സെഷൻ നോക്കാം. റൈറ്റ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇൻ ഇന്ത്യൻ പ്ലേസ് വാല്യൂ നൊട്ടേഷൻ. അപ്പൊ നമ്പർ തന്നിട്ടുണ്ട്, ഇതിനെ എല്ലാത്തിനെയും ഏതിലേക്ക് മാറ്റണം? ഇന്ത്യൻ പ്ലേസ് വാല്യൂ നൊട്ടേഷനിലേക്ക് മാറ്റണം. അപ്പം 1 crore എന്ന് പറയുമ്പോൾ 1 കഴിഞ്ഞിട്ട് കോമ എഴുതുക. 1 lakh, അപ്പൊ 10 lakh അവിടെ ഇല്ല, അപ്പൊ 0 1. ഇനി 1000 എന്ന് പറയുമ്പോൾ 10,000 ഇല്ല, പിന്നെ 10 എന്ന് പറയുമ്പോൾ 100 പ്ലേസ് ഇല്ല, 1 0. 1 ബില്യൺ എന്ന് പറയുമ്പോൾ 1 കഴിഞ്ഞിട്ട് കോമ ഇടുക. 1 മില്യൺ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്ക് മാറ്റുക. 1 ബില്യൺ, പിന്നെ 2 0 കഴിഞ്ഞിട്ട് 1 മില്യൺ, പിന്നെ 1000 എന്ന് പറയുമ്പോൾ 100,000 ഇല്ല, 10,000 ഇല്ല, 1000, പിന്നെ വരുന്നത് 0 0 1. ഇതിന് ഇന്ത്യൻ സിസ്റ്റത്തിലേക്ക് മാറ്റാനായിട്ട് ആദ്യത്തെ 3 ഡിജിറ്റ് കഴിഞ്ഞ് കോമ ഇടുക, പിന്നത്തെ 2 ഡിജിറ്റ് കഴിഞ്ഞ് കോമ ഇടുക, പിന്നെ അടുത്ത 2 ഡിജിറ്റ് കഴിഞ്ഞ് കോമ ഇടുക, പിന്നെ 2 ഡിജിറ്റ് കഴിഞ്ഞ് കോമ ഇടുക. പിന്നത്തെ ആൻസർ വരുമ്പോൾ 10 crore, അത് കോമ ഇടാലോ. 10, 20 lakh, 20, 30,000, 30, then 40 എന്ന് പറയുമ്പോൾ 40. ഇനി 9 ബില്യൺ എന്ന് പറയുമ്പോൾ 9, ഇനി 9 ബില്യൺ 80 മില്യൺ. 80 മില്യൺ എന്ന് പറയുമ്പോൾ അവിടെ 100 മില്യൺ ഇല്ല, 80 മില്യൺ, പിന്നെ 700,000, അപ്പൊ 700, then 600. ഇന്ത്യൻ സിസ്റ്റത്തിൽ കോമ ഇടുമ്പോൾ 600 കഴിഞ്ഞിട്ട് പിന്നെ 2 0 കഴിഞ്ഞിട്ട് കോമ, പിന്നെ 7 0 കഴിഞ്ഞിട്ട് കോമ, പിന്നെ 8 0 കഴിഞ്ഞിട്ട് കോമ, പിന്നെ 9. അങ്ങനെയാണ് വരുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ്റെ അകത്ത് കമ്പയർ ആൻഡ് റൈറ്റ്. ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ ഇത് ഈക്വൽ ടു ആണോ എന്നുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ 30,000 എന്ന് പറയുമ്പോൾ 30 എഴുതുക, പിന്നെ 30,000 എഴുതുക. 3 lakh എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ 3 lakh വലിയത്, അതിൻ്റെ അകത്ത് ഒരു 0 കൂടി കൂടുതലുണ്ട്. അപ്പൊ നമ്പർ ഓഫ് ഡിജിറ്റ് ആർക്കടെയാണോ കൂടുതൽ അങ്ങോട്ടേക്ക് തുറന്നു വയ്ക്കാം. അടുത്തത് 500 lakhും 5 മില്യനും. 500 lakh എന്ന് പറയുമ്പോൾ 5 മില്യൺ എന്ന് പറയുമ്പോൾ ഇവിടെ 3 0 വന്നപ്പോൾ പിന്നെ 3 zeros വന്നിട്ട് പിന്നെ ഒരു 5 ആണ്. കൗണ്ട് ചെയ്ത് നോക്കുക. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7. ഈ 5 മില്യന് 7 ഡിജിറ്റേ ഉള്ളൂ, 500 ലാഖിന് 8 ഡിജിറ്റ് ഉണ്ട്. അപ്പൊ അതാണ് വലിയതായിട്ടുള്ളത്. 800,000 എന്ന് പറയുമ്പോൾ ഇത്രയാണ് വരുന്നത്. അതിൻ്റെ അകത്ത് 6 ഡിജിറ്റ് ആണ് വരുന്നത്. 8 മില്യൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് 7 ഡിജിറ്റ് വരും. അപ്പൊ അത് തന്നെയാണ് കൂടുതൽ. ഇനി 640 crore ആണോ 60 ബില്യൺ ആണോ വലിയത്? 60 ബില്യൺ ആണ് വലിയത്. 640 crore എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സീറോസ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് 10,000, പിന്നെ വന്നപ്പോൾ ലാക്കായി, പിന്നെ വന്നപ്പോൾ ക്രോറായി. 640. ബില്യന്റെ കേസിൽ ഇത് വന്നപ്പോൾ 100,000 ആണ്, ഇത് വന്നപ്പോൾ 100 മില്യന്റെ ആയി. പിന്നെ പറഞ്ഞിരിക്കുന്ന 60 ബില്യൺ. നമ്പേഴ്സ് കൗണ്ട് ചെയ്യുക. ഇവിടെയും 3, ഇവിടെയും 3, ഇവിടെയും 3, ഇവിടെയും 3, പിന്നെ ഇവിടെയും 3, ഇവിടെയും 3. പക്ഷെ ഇവിടെ ഒരു ഡിജിറ്റ് എക്സ്ട്രാ ഉണ്ട്. അപ്പം 60 ബില്യൺ ആണ് വലിയതായിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത പോർഷൻ നോക്കാം. അപ്പൊ ആ ഫിഗർ ഇട്ട് കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് വലിയ നമ്പേഴ്സ് ഉണ്ട്, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇനി എക്സാക്ട് ആൻഡ് അപ്രോക്സിയേറ്റ് വാല്യൂ. നമുക്ക് ഒരു അപ്രോക്സിയേറ്റ് വാല്യൂ നമ്മൾ ചിലപ്പോൾ പറയാറില്ല. 59 റുപ്പീസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പം 60 റുപ്പീസ്, റൗണ്ട് ഓഫ് ടു 60 റുപ്പീസ് എന്നൊക്കെ പറയാം. അതൊക്കെ നമ്മൾ വലിയ നമ്പേഴ്സിലാണ് റൗണ്ട് ഓഫ് ചെയ്യുന്നത്. 1 lakh പീപ്പിൾ വിസിറ്റഡ് ദ ബുക്ക് ഫെയർ. നമ്മളിപ്പോൾ ഒരു ന്യൂസ് പേപ്പർ കെട്ടിലൊക്കെ ന്യൂസ് പേപ്പറൊക്കെ വരുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത് 1 ലക്ഷം ആൾക്കാർ ബുക്ക് ഫെയർ കാണാനായിട്ട് വന്നിരുന്നു. അപ്പൊ എന്തോരം ആൾക്കാരായിരിക്കും തന്നെ. അപ്പൊ ഞാൻ ഒരാൾ കുറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും വരുന്നത്? ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ പോയില്ലായിരുന്നെങ്കിൽ അവിടെ എത്രയായിരുന്നു? 99,999. പക്ഷെ അവര് ഒരു റൗണ്ട് ഓഫ് ചെയ്ത് ചിലപ്പോൾ അത്രേ കാണുള്ളൂ, അത് റൗണ്ട് ഓഫ് ചെയ്താണ് അവര് 1 lakh പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ കോൺവെർസേഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ ഇങ്ങനത്തെ ന്യൂസ് കേട്ടിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടാവുമല്ലോ. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്രോക്സിയേഷൻ വാല്യൂ ആണ് പറയുന്നത്.
ഈ 2011 സെൻസസിലെ ചിന്താമണിയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 76,068 ആണ്. പക്ഷെ അതിന് പകരം അവർ റൗണ്ട് ഓഫ് ചെയ്തിട്ടാണ് എത്രയെന്ന് പറഞ്ഞിരിക്കുന്നത്, 75,000 പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 75,000 എന്ന് പറയുന്ന ഒരു വലിയ ഒരു നമ്പർ തന്നെയാണ്. ഇതൊരു തമാശ പോലെ ഇട്ടേക്കണെയാണ്. ബാപ്പി കോൾ ആൻഡ് ചെക്ക് ഇഫ് തൂഫാൻ എക്സ്പ്രസ് ഈസ് ഓൺ ടൈം. ഈ കുട്ടിയോട് പറയുകയാണ് തൂഫാൻ എക്സ്പ്രസ് കറക്റ്റ് ടൈമിലാണോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പം ആ കൊച്ചു നോക്കിയപ്പം പോലീസിന്റെ നമ്പർ 100, ഫയർഫോഴ്സിന്റെ 101, ആംബുലൻസിന്റെ 102, ഡിസാസ്റ്റർ മാനേജ്മെന്റ് 102, എമർജൻസിയുടെ 112, റെയിൽവേ എൻക്വയറി 139 ആണ്. ശരിക്കും 139 ആണ് വിളിക്കേണ്ടത്. അപ്പൊ ആ കൊച്ചു എന്ത് ചെയ്തു, അവർ നോക്കിയപ്പോ പോലീസുകാർ വന്നിരിക്കുക. കാരണം എന്താ, ആ കുട്ടിയെ റൗണ്ട് ഓഫ് ചെയ്തു. ടീച്ചർ ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞിരുന്നു, റൗണ്ട് ഓഫ് എപ്പോഴും ബുദ്ധിമാന്മാരെ എന്ത് ചെയ്യുക ചെയ്യുന്നത്, റൗണ്ട് ഓഫ് ചെയ്തിട്ടാണ് വിളിക്കുന്നത്. അതുകൊണ്ട് 139 വിളിക്കുന്നതിന് പകരം ആ കുട്ടി 100 ആണ് വിളിച്ചത്. അപ്പോൾ പോലീസുകാർ പറഞ്ഞു, ദർ ആർ സിറ്റുവേഷൻ വെർ ഇറ്റ് മേക്ക് സെൻസ് ടു റൗണ്ട് അപ്പ് എ നമ്പർ. ചിലപ്പോൾ ചില നമ്പേഴ്സ് നമ്മൾ കയറ്റി പറയും, ചില നമ്പേഴ്സ് നമ്മൾ കുറച്ച് പറയും. ഇപ്പം ഒരു സ്കൂളിൽ 732 പീപ്പിൾ ഇൻക്ലൂഡിങ് സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, സ്റ്റാഫ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ സ്വീറ്റ്സ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ 700 സ്വീറ്റ്സ് ഓർഡർ ചെയ്യില്ല. കാരണം 732 സ്റ്റുഡൻസിന് 700 സ്വീറ്റ്സ് കൊണ്ട് തികയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടി കൂടുതൽ 750 സ്വീറ്റ്സ് വയ്ക്കാം. അപ്പൊ നമുക്കിപ്പോൾ ബാക്കി വന്നാലും പ്രശ്നമൊന്നുമില്ലല്ലോ. പക്ഷെ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, റൗണ്ട് ഡൗൺ ചെയ്യും. അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഐറ്റത്തിന്റെ കോസ്റ്റ് 470 ആണെന്നിരിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ കടയിൽ ചെറിയ 10 രൂപ കടയിലൊക്കെ ചെല്ലാൻ നേരത്തെ നമുക്ക് 499 രൂപ ഒക്കെ, അല്ലെങ്കിൽ 410 റുപ്പീസ് ആണ് വരുന്നെങ്കിൽ അവർ 400 തന്നാൽ മതി എന്ന് പറയും. അപ്പൊ അവർ രൂപ കുറയ്ക്കും. അപ്പൊ നമുക്ക് ഒരു സന്തോഷം, 10 രൂപ നമുക്ക് ലാഭം കിട്ടില്ല. അപ്പം ഇവിടെ 470 ആണെങ്കിൽ ഷോപ്പ് കീപ്പർ പറയും റൗണ്ട് ഓഫ് ചെയ്ത് 450 തന്നാൽ മതി. ഒരിക്കലും നമ്മൾ 500 റുപ്പീസിന് സാധനം വാങ്ങിക്കില്ല. 500 റുപ്പീസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു വട്ടേ ആ കടയിൽ കയറുള്ളൂ, പിന്നത്തെ വട്ടം ആ കടയിൽ കയറില്ല. കാരണം അയാൾ നമ്മുടെ കടയിൽ നിന്ന് കൂടുതൽ കാശ് വാങ്ങിച്ചല്ലോ എന്ന് ഓർക്കും. ഇനി അടുത്തത്, തിങ്ക് ആൻഡ് ഷെയർ ദ സിറ്റുവേഷൻ വെർ ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ടു റൗണ്ട് അപ്പ്. എപ്പോഴാണ് റൗണ്ട് അപ്പ് ചെയ്യണത്, എപ്പോഴാണ് റൗണ്ട് ഡൗൺ ചെയ്യണത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഏത് റൗണ്ട് അപ്പ് റൗണ്ട് ഡൗൺ ഈസ് ഓക്കെ. രണ്ട് കേസിൽ അത് ഓക്കെ ആവുന്നത് വെൻ എക്സാക്ട് നമ്പേഴ്സ് ആർ നീഡഡ്. എപ്പോഴാണ് രണ്ട് നമ്പേഴ്സും നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ബൈയിങ് ഫുഡ് ഫോർ എ ഗ്രൂപ്പ്. കുറെ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും, കൂടുതൽ വാങ്ങിക്കും. എസ്റ്റിമേറ്റിംഗ് ടൈം റിമൈനിങ് ടു ലീവ് ഫോർ ദ സ്കൂൾ. ബസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം ഓടിച്ചെന്ന് ബസ് പിടിക്കാൻ പോകുന്നുണ്ടല്ലോ അന്നേരം. പിന്നെ ഡിസ്റ്റൻസ് എസ്റ്റിമേഷൻ ബിറ്റ്വീൻ പ്ലേസസ്, എസ്പെഷ്യലി ഫാർ ഓഫ് പ്ലേസസ്. ഒത്തിരി ദൂര സ്ഥലമാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൂട്ടി പറയും, ചിലപ്പോൾ നമ്മൾ കുറച്ച് പറയും. ഇനി ഹാൻഡിലിംഗ് മണി ഇൻ ബാങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മണി ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ എക്സാക്ട് നമ്പർ മാത്രമേ പറയുള്ളൂ, അത് കൂട്ടാനോ കുറയാനോ പറ്റില്ല. ഇപ്പൊ ബാങ്കിൽ 1,00,000 രൂപ കിട്ടിയെങ്കിൽ, അല്ലെങ്കിൽ 1,01 രൂപ കിട്ടിയെങ്കിൽ നമ്മൾ 1,00,000 റൗണ്ട് ഓഫ് ചെയ്യില്ല. നമ്മൾ എപ്പോഴും എന്തെന്നേ പറയുള്ളൂ, 1,00,000 രൂപേനെ പറയുള്ളൂ. കാരണം അത് റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് എമൗണ്ട് ബാങ്കിലൊക്കെ കാണിക്കണം. ചിലപ്പോൾ നമ്മൾ എക്സാക്ട് എമൗണ്ട് പറയും, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, ചിലപ്പോൾ കൂട്ടി പറയും, ചിലപ്പോൾ കുറച്ച് പറയും. വിത്ത് ലാർജ് നമ്പേഴ്സ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു നോ ദ നിയറസ്റ്റ് 1000. ചില നമ്പേഴ്സിന് നമുക്ക് നിയറസ്റ്റ് തൗസൻഡ്സോ ലാക്കോ അല്ലെങ്കിൽ ക്രോറോ മതി. ചില സമയത്ത് നമ്മൾ റൗണ്ട് ഓഫ് ടു നിയറസ്റ്റ് 10 ഒക്കെ പറയും. ചെറിയ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് റൗണ്ട് ഓഫ് ടു 10ഓ 100ഓ പറയാം. അല്ല വലിയ നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 1000, ലാക്ക്, ക്രോറിലേക്കൊക്കെ റൗണ്ട് ഓഫ് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ നമ്പർ 6,72,85,183. ഇതിന് റൗണ്ട് ഓഫ് ടു നിയറസ്റ്റ് 1000ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ ആ നമ്പർ മാത്രം നോക്കുക, 5,183. ആ നമ്പർ മാത്രം കൊടുക്കുക. ഇവിടത്തെ അത് കഴിഞ്ഞിട്ടുള്ള ഹൺഡ്രഡ്സ് പ്ലേസ് ഏത് നമ്പറാണോ റൗണ്ട് ഓഫ് ചെയ്ത് അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡിജിറ്റ് കൊടുക്കുക. ഇത് ഗ്രേറ്റർ ദാൻ 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ ലെസ് ദാൻ 5 ആണോ എന്ന് നോക്കുക. ലെസ് ദാൻ 5 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, 5,000 എന്ന് മാത്രം എഴുതും. ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ എങ്ങോട്ടേക്കും, 6,000ലേക്കും. 5,183 എന്ന് പറയുന്ന നമ്പർ ഏതൊക്കെ നമ്പറിന്റെ ഇടയ്ക്കാണ് കിടക്കണേ, 5,000ന്റെ 6,000ന്റെ ഇടയ്ക്കാണ് കിടക്കുന്നത്. അപ്പൊ അത് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ഏതിലേക്കാണ് പോണത്, 5,000ലേക്കാണ് പോകണം. പിന്നെ ബാക്കിയത്തെ ഡിജിറ്റ് അതുപോലെ തന്നെ എഴുതുക, 672. ആൻസർ വരുന്നത് 6728500, 3 zeros. ഇനി റൗണ്ട് ഓഫ് ടു നിയറസ്റ്റ് 10,000. അപ്പൊ 10,000ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുവാണെങ്കിൽ 10,000 വരുന്ന നമ്പർ ഇതാ, 85183. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതാ നോക്കണ്ടേ, തൗസൻഡ്സ് ആണ് നോക്കേണ്ടത്. ഈ നമ്പർ ഏതൊക്കെ നമ്പറിന്റെ ഇടയ്ക്കാണ് കിടക്കണേ, 80,000ന്റെയും 90,000ന്റെയും ഇടയ്ക്കാണ് കിടക്കുന്നത്.
അതിന്റെ തൗസൻഡ്സ് പ്ലേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ നമ്മൾ മുന്നോട്ടേക്കാണ് റൗണ്ട് ഓഫ് ചെയ്യുന്നത്. 90,000ലേക്കാണ് റൗണ്ട് ഓഫ് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കി ഡിജിറ്റ് ചെയ്ത് അപ്പോൾ 672 കഴിഞ്ഞിട്ട് 90,000 എഴുതും. ഇനി ലാക്കിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണമെങ്കിലോ ലാക്കിന്റെ നമ്പർ എഴുതാം 285,183 എന്നിട്ട് 10,000 നോക്കുക. 10,000 പ്ലേസ് ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ നമ്മൾ എങ്ങോട്ടേക്ക് റൗണ്ട് ഓഫ് ചെയ്യും 3 ലാക്കിലേക്ക്. ഇത് 2 ലാക്കിനും 3 ലാക്കിനും ഇടയ്ക്കാണ് കിടക്കുന്നത്. ഗ്രേറ്റർ ദാൻ 5 ആയതുകൊണ്ട് നമ്മൾ 3 ലാക്കിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും. അപ്പൊ ആൻസർ വരുമ്പോൾ 6 ആണ് അവിടെ എഴുതിയിട്ട് 300 എന്ന് എഴുതും. ഇനി അടുത്തത് 10 ലാക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തും 10 ലാക്കിന്റെ നമ്പർ എഴുതും 72,85,183. ഇത് ഏതിന്റെയൊക്കെ ഇടയ്ക്കായിരിക്കും കിടക്കുന്നത് 7 ലാക്കിന്റെയും 70 ലാക്കിന്റെയും അതുപോലെ തന്നെ 80 ലാക്കിന്റെയും ഇടയ്ക്കായിരിക്കും കിടക്കുന്നത്. ഇതില് സെക്കൻഡ് നമ്പർ നോക്കുക. സെക്കൻഡ് നമ്പർ 2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5 ആണ്, ലെസ് ദാൻ 5 ആണ് നോക്കുക. ലെസ് ദാൻ 5 ആയതുകൊണ്ട് ഇത് ഇതിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം 70 ലാക്കിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. എന്നിട്ട് 6 എന്ന് എഴുതാം 6,70 ലാക്ക്. ഇനി അടുത്തത് ക്രോറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് നോക്കണം ഈ ഫുൾ നമ്പർ എഴുതും. അത് കഴിഞ്ഞിട്ട് 10 ലാക്കിന്റെ പ്ലേസ് നോക്കാം. 10 ലാക്കിന്റെ പ്ലേസ് 7 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 5 ആണ്. അപ്പൊ ഇത് ലൈസ് ബിറ്റ്വീൻ 6 crore ആൻഡ് 7 crore. അപ്പൊ ഇതിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം നമ്മൾ 7 crore വേണം റൗണ്ട് ഓഫ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിമിലർലി റൈറ്റ് ദ 5 നിയറസ്റ്റ് നൈബേഴ്സ് ഓഫ് ദീസ് നമ്പേഴ്സ്. ഈ നമ്പേഴ്സിന്റെ നിയറസ്റ്റ് 5 നമ്പേഴ്സ് തൊട്ടടുത്ത് കിടക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3,87,669,957. ഇതിന്റെ നിയറസ്റ്റ് നമ്പേഴ്സ് ചെയ്ത 3,87,669,957. ഇത് ആദ്യം നമ്മൾ ചെയ്ത മാതിരി തന്നെ നിയറസ്റ്റ് 1000 എടുക്കുക. നിയറസ്റ്റ് 1000 വെക്കുമ്പോൾ നമ്മൾ 100 പ്ലേസ് വെക്കുക. അതെന്താണ് ഗ്രേറ്റർ ദാൻ 5 ആണ്. ഗ്രേറ്റർ ദാൻ 5 ആയതുകൊണ്ട് ഇത് എത്രയായിട്ട് മാറും 70 ആയിട്ട് മാറും. അടുത്തത് 10,000 ആണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. 10,000 റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് നോക്കുക 1000 നോക്കുക. അതും ഗ്രേറ്റർ ദാൻ 5 ആണ്. അപ്പോഴും അത് ഏതിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും 70ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും. ഇനി ലാക്ക് നോക്കാൻ നേരത്തെ നമ്മൾ ഏത് നോക്കണം 10,000 നോക്കണം. 10,000 ഗ്രേറ്റർ ദാൻ 5 ആണ്. അപ്പൊ ഇത് എത്രയായിട്ട് മാറും 388 ആയിട്ട് മാറും. ഇതിലെല്ലാ നമ്പേഴ്സും ഗ്രേറ്റർ ദാൻ 5 ആയതുകൊണ്ട് അപ്പർ വാല്യൂലേക്കായിരിക്കും റൗണ്ട് ഓഫ് ചെയ്യണേ. ഇവിടെ എത്രയായിട്ട് മാറും 10 ലാക്ക് ആവുമ്പോൾ 90 ലാക്കിലേക്ക് പോവും. ക്രോർ ആവുമ്പോൾ എത്രയിലേക്ക് പോകും 4 crore പോകും. ഇനി അടുത്തത് 29,05,32,481. ഇവിടെ നമ്മൾ നിയറസ്റ്റ് 1000s നോക്കുക. നിയറസ്റ്റ് 1000s നോക്കുമ്പോൾ 4 ആണ് വന്നിരിക്കുന്നത്, ലെസ് ദാൻ 5 ആണ്. അപ്പൊ നമുക്ക് ഏത് എഴുതി വെച്ചാൽ മതി 2000 എഴുതിയിട്ട് ബാക്കിയത്തെ ഡിജിറ്റ് അതുപോലെ തന്നെ സീറോസ് അങ്ങ് എഴുതി പോയച്ചാൽ മതി. ഇവിടെ എല്ലാ ലെസ് ദാൻ 5 ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് തന്നെ വരും സെയിം നമ്പർ തന്നെ വരും 3000 എന്ന് എഴുതി വെച്ചാൽ മതി. ഇനി ഇവിടെ നോക്കിക്കേ ഈ 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. അപ്പൊ നമ്മൾ തൊട്ടടുത്ത നമ്പറിലേക്ക് മാറ്റിയിട്ട് എന്തെന്ന് എഴുതും 10 ലാക്ക് എന്ന് പറഞ്ഞ എഴുതും. ഇത് നിയറസ്റ്റ് 10 ലാക്ക്. നിയറസ്റ്റ് ക്രോറിലേക്ക് വരുമ്പോൾ ഇവിടെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ബാക്കിയത്തെ എല്ലാ ഡിജിറ്റും സീറോസ് എഴുതി വെച്ചാൽ മതി. 29 crore എന്നായിരിക്കും അതിന്റെ ആൻസർ വരുന്നത്. അപ്പം അത് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, I have a number for which all 5 nearest numbers are 5 crore. What could be the number be? അങ്ങനെയാണെങ്കിൽ ഏത് നമ്പർ ആയിരിക്കും വരുന്നത്? How many such numbers are there? I have a number for which all first nearest neighbors are 5 crore. ഈ 5 crore-ന്റെ നിയറസ്റ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? അതുപോലെ തന്നെ what could be the number, ഏതൊക്കെ നമ്പേഴ്സ് ആവാം? ഹൗ മെനി സച്ച് നമ്പേഴ്സ് ആർ ദർ, അങ്ങനത്തെ എത്ര നമ്പേഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അതില് നമ്മൾ നോക്കുമ്പോൾ ഈ 5 crore-ന്റെ ബാക്ക്വേർഡ് ഉള്ള നമ്പറും വരും, അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കുള്ള നമ്പറും ഉണ്ടായിരിക്കും. ഈ ബാക്ക്വേർഡ് ഉള്ള നമ്പർ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 4,99,99,500 ഓൺവേഴ്സ് നമുക്ക് നമ്പേഴ്സ് എടുക്കാം. അത് എവിടെ വരെ പോയിട്ടുണ്ടായിരിക്കും? അങ്ങനെ പോയി 5 crore. ഇവിടെ 500 വരാൻ പറ്റില്ല.
500 വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 5 crore-നേക്കാളും 5 crore 1000 എന്നായി പോകും. അപ്പൊ ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് 499 വരെയാണ് അതിൻ്റെ അകത്ത് എടുക്കാൻ പറ്റുന്നത്. 5 crore 499. ഈ 5 crore 499 വരെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം റൗണ്ട് ഓഫ് ചെയ്യണത് 5 crore-ലേക്ക് തന്നെയായിരിക്കും റൗണ്ട് ഓഫ് ചെയ്യണത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇത് ഈ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്തിട്ട് 1 കൂടി ആഡ് ചെയ്യണം. നമുക്ക് ടോട്ടൽ നമ്പർ എത്ര ഉണ്ടെന്ന് അറിയാനായിട്ട് ലാസ്റ്റ് നമ്പറിൽ നിന്ന് ഫസ്റ്റ് നമ്പർ സബ്ട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? 1 ആഡ് ചെയ്യണം. അപ്പം 5 crore 499 minus 4 crore 99 lakh 99,500. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 999. അതിൻ്റെ കൂടെ 1 കൂടി ആഡ് ചെയ്യണം. അപ്പം ടോട്ടൽ ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ? 1000 നമ്പേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് 1000 നമ്പേഴ്സ് ഉണ്ട്. അപ്പം ഇതിൽ 1000 നമ്പേഴ്സ് ഏത് റൗണ്ട് ഓഫ് ചെയ്താലും ഏതിലേക്കായിരിക്കും വരുന്നത്? 5 crore-ലേക്കായിരിക്കും വരുന്നത്. ഇനി അടുത്തത് റോഡ്സി ആൻഡ് എസ്തു ആർ എസ്റ്റിമേറ്റിംഗ് ദ വാല്യൂ ഓഫ് സിമ്പിൾ എക്സ്പ്രഷൻ. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. 4,63,128 പ്ലസ് 4,19,682. ഇതിന്റെ രണ്ടിന്റെയും കൂടി സം എത്രയാണെന്നാണ് അവർ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ റോഡ്സി പറയുകയാണ് ദ സം ഈസ് നിയർ 8 lakh. 8 lakhിനോട് അടുത്തായിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരിക്കും. എസ്തു പറയുകയാണ് ദ സം ഈസ് നിയർ 9 lakh ആൻഡ് ഈസ് ലെസ് ദാൻ 9 lakh. ഒന്നുകിൽ അത് 9 lakhിനോട് അടുത്തായിരിക്കും, അല്ലെങ്കിൽ അത് എന്തായിരിക്കും എന്നത് 9 lakhിനേക്കാളും കൂടുതലായിരിക്കും. ഇതില് ആര് പറയുന്ന ഒബ്സർവേഷൻസ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഈ നമ്പർ ആദ്യം നോക്കാം. അതിൽ കുറെ ബിറ്റുകൾ ചോദിച്ചിട്ടുണ്ട്. ആർ ദീസ് എസ്റ്റിമേറ്റ് കറക്റ്റ്? ഇതിൻ്റെ അകത്ത് എസ്റ്റിമേറ്റ് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ഹൂസ് എസ്റ്റിമേറ്റ് ഈസ് ക്ലോസർ ടു ദ സം? ആർക്കടെ എസ്റ്റിമേറ്റ് ആണ് കുറച്ചും കൂടി സമ്മുമായിട്ട് അടുത്ത് വന്നിരിക്കുന്നത്. അപ്പം നമ്പേഴ്സ് ആദ്യമേ നോക്കാം. 463,128 ആൻഡ് 419,682. ആദ്യമേ ഇത് രണ്ടും ആഡ് ചെയ്ത് നോക്കുക. 8 × 2 ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടും. പിന്നെ ക്യാരി ഓവർ 1 8 × 2 ആഡ് ചെയ്യുമ്പോൾ 10. അപ്പൊ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 882,810 എന്ന് വെച്ച് കഴിഞ്ഞാൽ 8,82,810. നമുക്കിടെ അടുത്ത് എസ്റ്റിമേറ്റ് കറക്റ്റ് ആണോ? എസ്റ്റിമേറ്റ് നമുക്ക് കിട്ടിയതിൽ ഹൂസ് എസ്റ്റിമേറ്റ് ഈസ് ക്ലോസർ ടു ദ സം? ആർക്കടെ എസ്റ്റിമേറ്റ് ആണ് ഈ സമ്മിനോട് അടുത്ത് വന്നേക്കുന്നത്? രണ്ടു പേർക്കടെയും ശരി തന്നെയാണ്. നമുക്കിതിപ്പോ 8 lakh മേളിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 lakh മേളിലാണ്. പക്ഷെ മോർ ദാൻ 8 lakh ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സം ഈസ് നിയർലി 8 lakh ആണ്. പക്ഷെ കുറച്ചും കൂടി കറക്റ്റ് എന്താണ്? സം ഈസ് നിയർലി 9 lakh എന്ന് പറയുമായിരിക്കും. കാരണം ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇതിൻ്റെ അകത്ത് നെക്സ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഗ്രേറ്റർ ദാൻ 5 ആണ് വരുന്നത്. ഇത് ഗ്രേറ്റർ ദാൻ 5 ആയതുകൊണ്ട് ഇതിനെ നമുക്ക് ഏതിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമായിരിക്കും എളുപ്പം? 9 lakhിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമായിരിക്കും എളുപ്പം. അതുപോലെ തന്നെ ഇതെന്തായിരിക്കും വരുന്നത്? പിന്നെ എസ്തു എന്താ പറഞ്ഞിരിക്കുന്നത്? ലെസ് ദാൻ 9 lakh ആയിരിക്കും. 9 lakh താഴെയാണ് ഈ നമ്പർ വരുന്നത്. ഇതിനിപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് റൗണ്ട് ഓഫ് ചെയ്യുന്നത് 5 lakhിലേക്കും ഇത് റൗണ്ട് ഓഫ് ചെയ്യുന്നത് 4 lakhിലേക്കും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര തന്നെയാണ് വന്നത്? 9 lakh തന്നെയാണ് വന്നത്. അപ്പൊ കുറച്ചും കൂടി നമ്മൾ ക്ലോസർ ആർക്കടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആർക്കടെ കിട്ടണേ? എസ്റ്റുവിന്റെ എസ്റ്റിമേറ്റ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ അതെന്താണ്? ക്ലോസർ ടു ദ ആക്ച്വൽ സം. നമ്മൾ എടുത്തിരിക്കുന്ന സമ്മിനോട് അത് ക്ലോസറും ആയിട്ടാണ് വന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്നാ പറഞ്ഞേക്കണേ നോക്കിക്കേ. വിൽ ദ സം ഗ്രേറ്റർ ദാൻ 8,50,000 or less than 8,50,000? Why do you think so? ഇതിന്റെ സം 8,50,000 കൂടുതലാണോ കുറവാണോ? അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചല്ലോ. അതിന്റെ എക്സാക്ട് സം എന്താണ്? ഗ്രേറ്റർ ദാൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ എസ്റ്റിമേറ്റഡ് സം എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? ഗ്രേറ്റർ ദാൻ തന്നെയാണ് വരുന്നത്. ഇതിപ്പം റൗണ്ട് ഓഫ് ചെയ്തിട്ടുള്ള ആൻസർ എഴുതിയാലും റൗണ്ട് ഓഫ് ഓരോ നമ്പറും സെപ്പറേറ്റ് റൗണ്ട് ഓഫ് ചെയ്ത് എഴുതിയാലും എന്തായാലും 8 lakhിനേക്കാളും കൂടുതൽ തന്നെയായിരിക്കും വന്നത്. ഇനി സി ക്വസ്റ്റ്യൻ. വിൽ ദ സം ബി ഗ്രേറ്റർ ദാൻ 8,83,128 or less than
8,83,128. Why do you think so? ഇവിടെ നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയ 8,82,810 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇവിടെയാണ് ഡിഫറൻസ് വരുന്നത്. തൗസൻഡ്സ് പ്ലേസിലാണ് ഇവ തമ്മിൽ ഡിഫറൻസ് വരുന്നത്. അത് ഗ്രേറ്റർ ആണോ സ്മോളർ ആണോ എന്നോ ചോദിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന സം എന്ന് പറയുമ്പോൾ എന്തായാലും എന്താ വരുന്നത്, സ്മോളർ ആണ് വരുന്നത്. ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര വരുന്നുണ്ട്, 380ന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. അത്രയും വ്യത്യാസം വരുന്നുണ്ട്. കാരണം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് 2 ആണ്. ഇവിടുത്തെ തൗസൻഡ്സ് പ്ലേസിൽ 2 ആണ്, പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 ആണ്. അപ്പം ഈ നമ്പർ തന്നെയാണ് വലിയത്. നമുക്കിവിടെ ആക്ച്വൽ സം എന്ന് പറയുന്നത് ചെറുതായിട്ടാണ് വരുന്നത്. ഡി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ എക്സാക്ട് വാല്യൂ കണ്ടുപിടിക്കുക. എക്സാക്ട് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഇത് ഡയറക്റ്റ്ലി തന്നെ ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഡി ആൻസേഴ്സ് ഇത് ആഡ് ചെയ്യുക. 8+2 എന്ന് പറയുമ്പോൾ 10, പിന്നെ ക്യാരി ഓവർ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇത് തന്നെയാണ് കിട്ടുന്നത്, 8,82,810. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 14,63,128 minus 4,90,020. The difference is near 10 lakh and is less than 10 lakh. അപ്പോൾ റോസി പറയുകയാണ് ഇതിന്റെ ഡിഫറൻസ് 10 ലാഖിനോട് അടുത്താണ് വരുന്നത്, അതുപോലെ തന്നെ ചിലപ്പോൾ അത് ലെസ് ദാൻ 10 ലാഖും ആണ്. ഇവിടെ അടുത്തയാൾ എസ് പറയുന്നത് ഇതിന്റെ ഡിഫറൻസ് നിയർ ടു 9 ലാഖ് ആണ് ആൻഡ് മോർ ദാൻ 9 ലാഖിൽ കൂടുതലുമാണ്. 9 ലാഖിനോട് അടുത്തുമാണ്, 9 ലാഖിന് കൂടുതലുമാണ്. ഇവരുടെ എസ്റ്റിമേറ്റ് കറക്റ്റ് ആണോ? ആർക്കടെ എസ്റ്റിമേറ്റ് ആണ് കുറച്ചും കൂടി ക്ലോസർ ആയിട്ട് വരുന്നത് ടു ദ ഡിഫറൻസ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആർക്കടെയാണ് ക്ലോസർ ആയിട്ട് വരുന്നത്. വിൽ ദ ഡിഫറൻസ് ബി ഗ്രേറ്റർ ദാൻ. പിന്നെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇതിനേക്കാൾ കൂടുതലാണോ ലെസ് ആണോ, വാട്ട് ഡു യു തിങ്ക്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം. അപ്പോൾ ഇത് ചെയ്ത് നോക്കാം. ഇതിന്റെ ഡിഫറൻസ് എടുത്ത് നോക്കാം. ഇത് തമ്മിൽ നമ്മൾ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9,73,108 ആണ്. ഇത് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാതുള്ള ഒറിജിനൽ സബ്ട്രാക്ഷൻ ആണ് വരുന്നത്. ഇത് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ഈ 14 ലാഖില് നെക്സ്റ്റ് വാല്യൂ ഗ്രേറ്റർ ദാൻ 5 ആയതുകൊണ്ട് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ അത് 15 ലാഖ് വരും. 4 ലാഖിന് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 5 ലാഖ് വരും. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം, 10 ലാഖ് ആണ് വരുന്നത്. അപ്പം ആർ ദീസ് എസ്റ്റിമേറ്റ് കറക്റ്റ്, എസ്റ്റിമേറ്റ് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ എസ്റ്റിമേറ്റ് ആർക്കടെയാണ് ക്ലോസർ എന്ന് അയച്ചേക്കണം. അപ്പം ഡിഫറൻസ് ഈസ് നിയർലി 10 lakh and is less than 10 lakh. ഇവിടെ നമ്മൾ ആക്ച്വൽ ആയിട്ടുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ എന്താ വരുന്നത്, 10 ലാഖ് താഴെയാണ്. പക്ഷെ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് വരുമ്പോൾ ആൻസർ എത്ര കിട്ടുന്നുണ്ട്, 10 ലാഖ് കിട്ടുന്നുണ്ട്. അത് പറഞ്ഞിരിക്കുന്ന ആരാണ്, റോസിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റോസിയുടെ ആൻസർ ആണ് കുറച്ചും കൂടി കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി ഇതിന്റെ ഡിഫറൻസ് എത്രയാണ്, ഗ്രേറ്റർ ദാൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രേറ്റർ ദാൻ അല്ലേ തന്നെ നമ്മളിത് സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 9,50,000. നമുക്ക് ചെയ്തപ്പോൾ 9,73,000 ആണ് വന്നിരിക്കുന്നത്. അതെന്തായാലും 50,000-നേക്കാൾ കൂടുതലുമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിൽ ദ ഡിഫറൻസ് ബി ഗ്രേറ്റർ ദാൻ 9,63,128 ഓർ 9,63,128-നേക്കാൾ കുറവാണോ കൂടുതലാണോ. 9,63,000 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് 9,73,000 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ്, കൂടുതലാണ് വന്നത്, ലെസ് ആണ് അല്ല വന്നിരിക്കുന്നത്. നമുക്കിടെ എസ്റ്റിമേറ്റഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ് വന്നിരിക്കുന്നത്, മോർ ദാൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ സിയുടെ ആൻസർ എന്ന് പറയുന്നത് മോർ ദാൻ ആണ് വന്നിരിക്കുന്നത്. അത് എന്തോരം കൂടുതലുണ്ട്, ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 9,980 ആണ്. ഇവ രണ്ടുപേരും കൂടി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9,980 ആണ്. ഇനി ഡി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എക്സാക്ട് വാല്യൂ. ഇതിന്റെ എക്സാക്ട് വാല്യൂ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സാക്ട് വാല്യൂ എന്താണ്, അതെന്ത് ചെയ്യുക, നമ്മൾ ഒറിജിനലി സബ്ട്രാക്ട് ചെയ്യുക. ഒറിജിനലി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 9,73,108 ആണ് വരുന്നത്. അപ്പം എ ബി സി ഡി അത്രയും നമ്മൾ ചെയ്തു. അടുത്തത് പോപ്പുലേഷൻ ഓഫ് സിറ്റീസ് ആണ്. ഇതിൽ കുറച്ച് സിറ്റീസിന്റെ പോപ്പുലേഷൻ തന്നിട്ടുണ്ട്, അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ എടുക്കാം. ഗ്രേഡ് 6 മുതൽ +2 വരെയുള്ള അപ്ലൈഡ് മാത്തമാറ്റിക്സിന്റെ വരെയുള്ള പോർഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇത് കാണാം. താങ്ക് യു.